ഹലോ ഗൈസ്, അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കതകൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നേരം വെളുത്തിട്ടില്ല. അന്നേരം ഒരു 6-6:30 സമയം ആയെങ്കിലും നേരം വെളുത്തിട്ടേ ഇല്ല. ഇരുണ്ട് മൂടി കിടക്കുക. അപ്പം കുറച്ച് നാളുകൊണ്ട് അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ആദ്യമേ ചായ ഇട്ട് കുടിച്ചായിരുന്നു. അങ്ങനെ എന്നിട്ട് കുളിച്ച് അപ്പത്തിന് ഇന്നലെ മാവാട്ടി വെച്ചായിരുന്നു. അപ്പം ആദ്യമേ ഇതിലോട്ട് കുറച്ച് സോഡാപ്പൊടി ഇട്ട് ഇളക്കി അങ്ങ് വെച്ചു. അപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റാകുമല്ലോ. ഉണ്ടോ വെളിയിലോട്ടൊക്കെ നമുക്ക് നേരം വെളുത്ത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണേ. ഉണ്ട് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും അടുപ്പിൽ തീയൊക്കെ അങ്ങ് കത്തിച്ച് കുടിക്കാൻ വെള്ളം അങ്ങ് അടുപ്പിലോട്ട് വെച്ച് അങ്ങനെ. എന്നിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് ദാഹശമനി ആണ് ഇടുന്നത് കേട്ടോ. ഇവിടെ പിള്ളേർ ചൂടുവെള്ളം കുടിക്കുന്ന കാര്യം പാടാണ്. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ പൈപ്പ് തുറന്ന് വെള്ളം കുടിച്ച് കളയും. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പത്തിന് തക്കാളിക്കറി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തക്കാളിയും സവാളയൊക്കെ എടുത്ത് തക്കാളിക്കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴാണ് പച്ചമുളക് എടുത്തിരുന്നുള്ള കാര്യം എടുത്ത്, പിന്നെ രണ്ടാമത് വന്ന് പച്ചമുളക് എടുത്ത് ഇഞ്ചിയും എടുത്ത്. ആ സമയം കൊണ്ട് നമ്മുടെ ഏത്തയ്ക്ക പഴുത്തായിരുന്നു കേട്ടോ. അന്നേരം അത് പുഴുങ്ങാനായിട്ട് അടുപ്പിലോട്ട് വെച്ച്, അങ്ങനെ തക്കാളിക്കറിക്കുള്ള ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് സവാളയൊക്കെ അതിലോട്ടിട്ട് പിന്നെ നമ്മൾ ഈ വെള്ള അരിയ വയ്ക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് വെച്ചത്. അത് നമ്മുടെ തക്കാളിക്കറിയൊക്കെ തിളച്ച് നല്ല പരുവായി. അപ്പം നമ്മൾ അപ്പം ചുടാൻ പോവുകയാണ്. ഇത് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഞാൻ എണ്ണ തടവും കേട്ടോ. അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകി ചെറുതായിട്ട്, അതുകൊണ്ട് എണ്ണ തടയാലേ അപ്പം ഇളകി വരുവുള്ളൂ. അങ്ങനെ അപ്പത്തിൻ്റെ മാവൊക്കെ ഒഴിച്ച് ഇച്ചിരി കഴിയുമ്പോൾ മോൻ എഴുന്നേറ്റ് വരും വിശക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അന്നേരം നേരത്തെ അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അവൻ ചോദിക്കുന്ന സമയത്ത് അവൻ കൊടുക്കാമല്ലോ. അങ്ങനെ നമ്മുടെ അപ്പം റെഡിയായി, നല്ല സോഫ്റ്റ് അപ്പമാണ്. അങ്ങനെ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞ് അപ്പോൾ ഇത്രയേ ഉള്ളൂ.